കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ചാനൽ ന്യൂസ് വിശകലനം ചെയ്തതായിട്ട് കണ്ടു. അങ്ങേയറ്റം വിഷലിപ്തമായ സത്യമല്ലാത്ത കാര്യങ്ങളാണ് അവതാരിക അതിൽ പറഞ്ഞിട്ടുള്ളത്. ലക്ഷദ്വീപിലെ ജനങ്ങൾ ഭീകരരാണെന്നും അവർ മതഭ്രാന്തരാണെന്നും അവർ രാജ്യദ്രോഹികളാണെന്നും വറ്റിത്തീർക്കുന്ന വിധത്തിലുള്ള അവരുടെ ആ വാർത്ത ലക്ഷദ്വീപിന്റെ തന്ത്രപ്രധാന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ശ്രദ്ധിച്ചിരുന്നു. ഇന്ത്യയിൽ ആദ്യം ശരിയായ ഭരണം ഏർപ്പെടുത്താൻ PFI പദ്ധതി 4 ഭാഗവും 3 ഭാഗവും വടക്കും കിഴക്കും തെക്കും ഭാഗങ്ങൾ അസമാധാനത്തിന്റെ തീപ്പുക ഉയരുമ്പോൾ ലക്ഷദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗം, ലക്ഷദ്വീപ് നിൽക്കുന്ന ഭാഗം വളരെ ശാന്തവും സമാധാനപരവുമാണ്. ഉദ്ദേശം പുലർത്തുന്ന വിഷം തുപ്പുന്ന ഒരു പ്രസ്താവനയുമായി കർമ്മ ന്യൂസ് വന്നത് ഏറ്റവും ഖേദകരമാണ്. ലക്ഷദ്വീപിലെ ജനങ്ങൾ എക്കാലത്തും ഇന്ത്യയോട് കൂറും സ്നേഹവും ഉള്ളവരാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പിരിവെടുത്ത് ഇന്ത്യ ഗവൺമെൻറ്റിലേക്ക് അയച്ചു കൊടുത്തത് ലക്ഷദ്വീപിലെ ജനസാന്ദ്രത അനുസരിച്ച് ഏറ്റവും കൂടുതൽ പിരിവ് നടത്തിയത് ലക്ഷദ്വീപിലെ ജനങ്ങളാണ്. ലക്ഷദ്വീപിലെ സ്ത്രീകൾ അവരുടെ പൊന്ന്, അവരുടെ അരിക്കത്ത്, അവരുടെ ചുറ്റുകൾ, അവരുടെ ആഭരണങ്ങൾ സംഭാവന ചെയ്തത് ഇന്നും ഞാൻ ഓർക്കുകയാണ്. അതുപോലെ ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കാളും ഇന്ത്യയോട് സ്നേഹവും ഇന്ത്യയുടെ മതേതരത്തോട് കൂറും പുലർത്തുന്ന ഒരു സമൂഹം വേറെ ഉണ്ടാകുമെന്ന് ഞാൻ ഇത്രയും അധികം കൂറും സ്നേഹവും പുലർത്തുന്ന ഒരു ജനത വേറെ വളരെ ചുരുക്കമാണ്. എന്നിട്ടും ലക്ഷദ്വീപിലെ മതപുരോഹിതന്മാർ, ലക്ഷദ്വീപിലെ രാഷ്ട്രീയക്കാർ, ലക്ഷദ്വീപിലെ സുന്നി ഫെഡറേഷനിൽപ്പെട്ട ആളുകൾ ഇവരൊക്കെ ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്നവരാണെന്നും രാജ്യദ്രോഹം പ്രവർത്തിക്കുന്നവരാണ് പറഞ്ഞ് കള്ളവാർത്ത പ്രചരിപ്പിച്ചതിൽ അങ്ങേയറ്റത്തെ ഖേദമുണ്ട്. ലക്ഷദ്വീപിൽ നിന്നും കള്ളക്കടത്ത് സാധനങ്ങൾ പിടിച്ചിട്ടുണ്ടെന്നും ലക്ഷദ്വീപിലെ ജനങ്ങളിൽ നിന്നും കള്ളും കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും പിടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരു വലിയ ന്യൂസ് ഉണ്ടാക്കാൻ കൂടി അവർ ശ്രമിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിൻ്റെ കടലിലൂടെ പോയിരുന്ന ശ്രീലങ്കയിലെയോ ഏതെങ്കിലും ബോട്ടുകളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ലക്ഷദ്വീപുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാകും. ഇങ്ങനെ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ കർമ്മ ന്യൂസ് പോലെയുള്ള ഉത്തരവാദപ്പെട്ട ന്യൂസ് ചാനലുകൾ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ പാവപ്പെട്ട ഈ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് എതിരായി പോകുന്നതിൽ ഏറ്റവും ഖേദമുണ്ട്, പ്രതിഷേധമുണ്ട്. അതിനെതിരെ പ്രതിനിധിക്കുമാണ്. എന്തിനേറെ കോൺഗ്രസ് പാർട്ടിയും അക്കൂട്ടത്തിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണ് എന്നുകൂടി ആ കർമ്മ ന്യൂസ് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി ലക്ഷദ്വീപിനെ ദേശീയ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിൽ മറ്റാരേക്കാളും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ലക്ഷദ്വീപിലെ വളർന്ന കുട്ടികളടക്കം എല്ലാവരെയും ദേശീയത പഠിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. 40 കൊല്ലം ലക്ഷദ്വീപിൻ്റെ 38 വർഷം ലക്ഷദ്വീപിൻ്റെ ലോകസഭയിലെ പ്രതിനിധിയായി ജീവിച്ചു ഭരിച്ച മർഹൂം സയ്യിദ് സാഹിബ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ ഒരു മാതൃക രാജ്യസ്നേഹിയും ദേശസ്നേഹിയുമാണ്. ഇങ്ങനെയുള്ള ആളുകൾ ജീവിച്ചു ഭരിച്ചുപോയ ഈ രാജ്യത്തെ, ഈ നാട്ടിനെക്കുറിച്ച് ഇത്തരം അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നതിനെതിരെ ഇന്ത്യ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഉണരണമെന്നും അതിനെ നിർത്തൽ ചെയ്യുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിയമ നടപടികൾ വേണ്ടി വന്നാൽ ലക്ഷദ്വീപിലെ ജനത വളരെ വേഗത്തിൽ അതിനെതിരെ നടത്തുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.